പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് ദിവ്യകാരുണ്യനാഥനെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്കൊരുക്കാം. ഓ ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ ആരാധനാ ഗാനത്തോട് ചേർന്ന് കർത്താവിനെ സ്വീകരിക്കാം. ദിവ്യകാരുണ്യമേ, നവ്യസ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. ദിവ്യകാരുണ്യമേ, നവ്യസ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. സ്നേഹമായി ശാന്തിയായി രക്ഷയേകും നാഥനായി ജീവനായി മോദമായി സ്നേഹജ്വാലയായി സ്നേഹമായി ശാന്തിയായി രക്ഷയേകും നാഥനായി ജീവനായി മോദമായി സ്നേഹജ്വാലയായി നീ വരൂ സ്നേഹമേ, കാത്തിരിപ്പൂ ഞാൻ. ദിവ്യമാം തിരുമുഖം ഓർത്തിരിപ്പൂ ഞാൻ. ദിവ്യകാരുണ്യമേ, നവ്യസ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. ദിവ്യകാരുണ്യമേ, നവ്യസ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. നീ വരൂ വരൂ. നീ വരൂ വരൂ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥനെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ വന്നുപോയ എല്ലാ പാപങ്ങളും ദൈവത്തിരുമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്കൊന്ന് അനുദപിക്കാം. ഓ നാഥ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തോട് കരുണയായിരിക്കണമേ. അവിടുന്ന്
എനിക്ക് വേണ്ടി ചിന്തിയ തിരക്തത്താൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരക്തത്താൽ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിനെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മഹത്വവും, പ്രത്യേകിച്ച് ഇന്നേ ദിവസം കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ദാനങ്ങളെയും സംരക്ഷണത്തെയും ഓർത്ത് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. കർത്താവേ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുത്തെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ ഭൂമിയിൽ അവതരിക്കാൻ, മനുഷ്യനായി അവതരിക്കാൻ, മനുഷ്യരോടൊപ്പം ജീവിക്കാൻ കർത്താവിനെ സഹായിച്ചത്. ആ സ്നേഹമാണ് അനേകർക്ക് ആഹാരമായി തീരുവാൻ, അഞ്ചപ്പത്തെ 5000-ങ്ങൾക്കായി വിഭജിക്കുവാൻ കർത്താവിന് പ്രചോദനമായത്. ആ സ്നേഹത്താലാണ് അവിടുന്ന് കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയത്. ആ സ്നേഹമാണ് അനേക രോഗികൾക്ക് സൗഖ്യം നൽകിയത്. ആ സ്നേഹമാണ് അന്ധന് കാഴ്ച നൽകിയത്. ആ സ്നേഹമാണ് അനേക പാപികൾക്ക് മോചനമേകിയത്. ആ സ്നേഹമാണ് അനേകരുടെ ബന്ധനമഴിച്ചത്. ആ സ്നേഹമാണ് എൻ്റെ രക്ഷ അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് കാൽവരിയിലേക്ക് പാടുപീടകളെ ഏറ്റ്, ചാട്ടവാർ അടികളേറ്റ്, കുരിശും ചുമന്നുകൊണ്ട് നടന്നു നീങ്ങിയത്. നമ്മോടുള്ള ആ സ്നേഹത്തെ പ്രതിയാണ് അവിടുന്ന് കൈകാലുകളിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടത്, ശിരസ്സിൽ മുൾമുടി അണിയപ്പെട്ടത്. അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് ജീവൻ വെടിഞ്ഞത്. അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് യാഗമായി തീർന്നത്. ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നമ്മെക്കുറിച്ച് അവിടുത്തേക്ക് പദ്ധതികളുണ്ട്. ശുഭമായ ഭാവി നൽകുന്ന പദ്ധതി, ക്ഷേമമുള്ള പദ്ധതി. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഇപ്പോഴും നമ്മുടെ ജീവിതാവസ്ഥകളെ കാണുന്നുണ്ട്. നമ്മളായിരിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും കാണുന്നുണ്ട്. ഒരു പക്ഷേ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വലിയ നിരാശ നമുക്കുണ്ടാകാം. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. കോവിഡ് ബാധിച്ച ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിയായിരിക്കാം. ഒരുപക്ഷെ ക്വാറന്റൈനിലായിരുന്നു കൊണ്ട് ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ലോകത്ത് നടക്കുന്ന മരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, മറ്റുള്ളവരുടെ വേദനകൾ, ഇതെല്ലാം അറിയുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഈ ഒരവസ്ഥയിലും അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ തളർന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഈ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവിന് മാത്രമേ ഈ സമയത്ത് നമ്മളെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാനെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ദൈവമേ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ.
എന്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, എല്ലാ ഭയവും എടുത്തു നീക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗപീഠകളിൽ നിന്ന് ഞങ്ങൾക്ക് വിമുക്തി നൽകണമേ, ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, നമുക്കെല്ലാവരും ചേർന്ന് പാടാം. പാലകാ വിമോചകാ സൗഖ്യമാ വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സൗഖ്യമായി വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സൗഖ്യമായി വരേണമേ. 2 ദിനവൃത്താന്തം 15:2 വചനം പറയുന്നു, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്നിരിക്കാൻ നമുക്ക് ഈ നിമിഷങ്ങളിൽ. അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തും, അവിടുന്ന് നമ്മളെ ബലപ്പെടുത്തും, അവിടുന്ന് നമ്മുടെ കണ്ണീർ തുടയ്ക്കും. ജെറമിയ 30:14 വചനം പറയുന്നുണ്ട്, ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിലെല്ലാം നമ്മളെ നയിച്ച ദൈവം, സംരക്ഷിച്ച കർത്താവ്, നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതങ്ങളിൽ എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടായിരുന്നു. പലപ്പോഴും മടുത്തു പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിച്ചില്ല. അവിടുത്തെ മാറോട് നമ്മളെ ചേർത്ത് നിർത്തി. ആ ദൈവം ഇന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റുമെന്ന്, ദുഃഖമെല്ലാം അകറ്റി സന്തോഷമാക്കി മാറ്റുമെന്ന് ആശ്വസിപ്പിക്കുന്ന ആ കർത്താവ് നമ്മളോട് പറയുകയാണ്. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറയുന്നു ഏശയ്യാ 41:10 വചനത്തിലൂടെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറയുകയാണ് നമ്മോട്, ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ നയിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. അവിടുന്ന് നൽകുന്ന ആശ്വാസത്തിൻ്റെ ദൂത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ആ ദൈവം എന്നെ സൃഷ്ടിച്ച കർത്താവാണ്, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച കർത്താവ്. ആ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ സാഹചര്യങ്ങളിലുണ്ട്, എൻ്റെ ജോലി സ്ഥലത്തുണ്ട്, എൻ്റെ എല്ലാ ജീവിത അവസ്ഥകളിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയുണ്ട്, എൻ്റെ മാതാപിതാക്കളുടെ കൂടെയുണ്ട്, എൻ്റെ സഹോദരങ്ങളുടെ കൂടെയുണ്ട്, പ്രിയപ്പെട്ടവരുടെ കൂടെയുണ്ട്. ആ ദൈവം എനിക്ക് സംരക്ഷണ കവചമാണ്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയം. അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് പാടാം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം. ആ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ശക്തി പ്രാപിക്കാം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് കർത്താവിൻ്റെ സ്നേഹം നമുക്ക് നൽകും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ശക്തി അവിടെ നമുക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം,
ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം. നമുക്ക് ചേർന്ന് പാടാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. നമുക്ക് ചേർന്ന് പാടാം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അവിടുന്ന് പറയുന്നു, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ഏതെങ്കിലും വിധത്തിൽ, ഏതെങ്കിലും ഭീതിയിൽ, ജീവിത അവസ്ഥകളിൽ മനസ്സ് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥകളെ കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ രോഗാവസ്ഥകളെ കർത്താവിന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള വേദനകളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹത്താൽ നിമിഷം നമ്മൾ നിറയപ്പെടട്ടെ. അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന നിമിഷമാണിത്. അവിടുന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന നിമിഷങ്ങളാണിത്. കർത്താവിനോട് ചേർന്ന് നമുക്കായിരിക്കാം. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഏറ്റു പറയാം. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരങ്ങൾ ഉയർത്തി. ഭയപ്പെടേണ്ട മകനേ മകളെ, മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഈ സമയം നമ്മെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നല്ല ദൈവത്തെ കണ്ടുകൊണ്ട്, എൻ്റെ യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ എൻ്റെ കണ്ണുനീർ തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ സുഖപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് അവിടുന്ന്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് ജീവിതം ഒന്ന് സമർപ്പിക്കാമോ? ആ ദൈവത്തിൻ്റെ പക്കലേക്ക് കുടുംബങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാമോ? ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവനെ സമർപ്പിക്കാമോ? അവനെ വിളിച്ച് ആരാധിക്കുക. എൻ്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമാണ് അവിടുന്ന്.
അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമാണ് അവിടുന്ന്. അവിടുന്ന് മരിച്ചു മൺമറഞ്ഞു പോയൊരു ദൈവമല്ല, അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതിനാൽ ഇരുകരങ്ങളും ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി എൻ്റെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ, ആരാധിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലാ 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 ആലാ. വലിയ വിടുതലിന്റെ അഭിഷേകം ഉണ്ടാവട്ടെ. കുടുംബങ്ങളിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. വ്യക്തി ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവിക സാന്നിധ്യം കൊണ്ട് നമ്മുടെ കൂടാരം നിറയട്ടെ, നമ്മുടെ റൂമുകൾ നിറയട്ടെ, നമ്മുടെ കുടുംബം അനുഗ്രഹപൂർണ്ണമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ നന്ദി, 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 നന്ദി. ആരാധിക്കുന്ന പിതാവേ, പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയുടെ മുൻപിൽ നീ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ കോവിഡ് മഹാമാരിയുടെ വേദന വേറുന്നൊരു വ്യക്തിയായിരിക്കാം നീ. രോഗം ബാധിച്ചൊരുപക്ഷെ ഹോസ്പിറ്റലിലോ നിന്റെ ഭവനത്തിലോ മറ്റേതെങ്കിലും സെൻ്ററുകളിലോ ഒരുപക്ഷെ ഒറ്റപ്പെട്ട് ആരുമൊന്ന് സഹായിക്കാനില്ലാതെ, ആരോടുമൊന്ന് സംസാരിക്കുവാൻ സാധിക്കാതെ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നീ. ഒരുപക്ഷെ നമ്മളല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവർ, ഒരുപക്ഷെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ജീവിത പങ്കാളി, ആരെങ്കിലുമൊക്കെ ഈ അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവാം. അവരെ ഓർത്ത് ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ടാവാം. പ്രിയ ദൈവ പൈതലേ, തിരിച്ചറിയുക, നിന്റെ ദൈവത്തിന് നിന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇന്ന് കോവിഡ് ബാധിച്ച് അനേകര് ഭയത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ മരിച്ചു പോകുമോ? എൻ്റെ സ്ഥിതി എന്താവും? ഞാൻ പോയാൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? എനിക്ക് രോഗം മൂർച്ഛിച്ചു വരികയാണല്ലോ, ഞാൻ മരണപ്പെട്ടു പോകുമോ? മരണഭീതിയിലൂടെ ഇന്ന് ലോകം കടന്നു പോകുന്നു. പ്രിയരെ, ഓർക്കുക, നിന്റെ ദൈവത്തിന് മരിച്ചവനെ പോലും ഉയർപ്പിക്കുവാൻ സാധിക്കുന്ന ദൈവമാണ്. മരിച്ചവനെ പോലും കരം പിടിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ദൈവമാണ് നിന്റെ ദൈവം. സങ്കീർത്തന പുസ്തകം 32:6 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് സംസാരിക്കട്ടെ, ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പ്രിയരെ, ഈ ആരാധനയുടെ മണിക്കൂറിൽ നിന്റെ ജീവനും ജീവിതവും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ, യേശു നിന്റെ അരികിലുണ്ട്. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് നിന്നെ സമീപിക്കുകയില്ല, നിന്റെ ജീവനെ അത് ബാധിക്കുകയില്ല. നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിന്റെ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. വിശ്വാസത്തോടെ ഇരു കരങ്ങളും ഉയർത്തി ആ ദൈവത്തെ നോക്കിക്കൊണ്ട് യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമോ? ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, 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 യേശുവേ. ആരാധിക്കുന്ന അപ്പാ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. രോഗങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സൗഖ്യമുണ്ടാകട്ടെ എന്ന് കർത്താവേ, കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ നാടിനോട് കരുണയായിരിക്കണമേ, കുടുംബത്തോട് കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാടിനോട് കരുണയായിരിക്കണമേ, എല്ലാ രോഗികളോടും കരുണയായിരിക്കണമേ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, നൽകണമേ, വിടുതൽ നൽകണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ഇരുകരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവിക
ദൈവിക സാന്നിധ്യം നിറയട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. തളർന്നു കിടക്കുന്നവർ അഭിഷേകം പ്രാപിക്കട്ടെ. രോഗത്തിന്റെ വേദനയിൽ കഴിയുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. ഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവിക സാന്നിധ്യം നിറയട്ടെ. ജീവിത പങ്കാളി അനുഗ്രഹം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. മാതാപിതാക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. സഹോദരങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ യേശുവേ യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് കുഞ്ഞാടേ വാഴ്ത്തുക അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ കുഞ്ഞാടേ വാഴ്ത്തുക അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഓ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരുടെ മരണം മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. അവരുടെ വേദനകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഓ നാഥ, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തളർന്നു പോകാതെ, മടുത്തു പോകാതെ, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരെ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടി അക്ഷീണം കഠിനാധ്വാനം ചെയ്യുവാൻ, അവരെ സ്നേഹിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ. ശരീരം തളർന്നു പോകാതെ, മനസ്സ് തളർന്നു പോകാതെ അവരെ അവിടുത്തെ കൃപകളാൽ നിറച്ച് മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രതികൂല അവസ്ഥകളും മാറി വലിയ സന്തോഷവും സമാധാനവും ലോകത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരും വലിയ സന്തോഷത്തോടെ അങ്ങേ സ്തുതിക്കുന്ന ദിനങ്ങൾ ഞങ്ങൾ കാണുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവികാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് ശിരസ് കുമ്പിട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം
നേരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.